രാജീവ് ദശലക്ഷം ഭവന പദ്ധതി പ്രകാരം നിർമ്മിച്ച 41 ഭവനങ്ങൾ കാടുകയറി നശിക്കുന്നു. മാങ്ങാട്ടിടം ആയിത്തറയിലാണ് ആർക്കും വേണ്ടാതെ വീടുകൾ നശിച്ചു പോകുന്നത്. ഉത്തരേന്ത്യൻ മോഡലിലാണ് വീട് നിർമ്മിച്ചത്. വീടിന് ഒരു സൗകര്യവുമില്ലെന്ന പരാതിയിൽ ഇവിടെ താമസിക്കാൻ ആരും എത്തിയിട്ടില്ല. 1993 പഞ്ചായത്തിന്റെ സ്ഥലത്ത് കേന്ദ്ര പദ്ധതിയായ രാജീവ് ദശലക്ഷ ഭവന പദ്ധതി പ്രകാരമാണ് ഭവന നിർമ്മാണ ബോർഡ് ഇവിടെ വീടുകൾ നിർമ്മിച്ചത്. എന്നാൽ വർഷമേറെ കഴിഞ്ഞിട്ടും ഇതുവരെയായിട്ടും ഒരു മനുഷ്യൻ പോലും ഇവിടെ താമസിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. ഉത്തരേന്ത്യൻ മോഡലിലായിരുന്നു വീടുകളുടെ നിർമ്മാണം. ഉയരം കുറഞ്ഞ ചെറിയ റൂമിൽ അടുപ്പിച്ച് അടുക്കളയും ബാത്റൂമുമാണ് ഇവിടെയുള്ളത്. ഇത്തരത്തിൽ അടുത്തടുത്തായി 41 വീടുകളാണ് നിർമ്മിച്ചത്. ഒരു വീടിന് 45,000 രൂപയായിരുന്നു അന്ന് ചെലവായത്. ചൂടുകാലത്ത് ഈ വീട്ടിൽ താമസിക്കുക എന്നത് വലിയ വെല്ലുവിളിയാണ്. കിണർ നിർമ്മിക്കാത്തതിനാൽ കുടിവെള്ള സൗകര്യവും ഇവിടെയില്ല. ആരും തിരിഞ്ഞു നോക്കാതായതോടെ ഇവിടെ പാമ്പുകളുടെയും മറ്റു മൃഗങ്ങളുടെയും വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. നിലവിൽ ഇവിടെ കാടുകയറി നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. 94 എടുത്ത വീടാണ് രാജീവ് ഗാന്ധി പാർപ്പിട പദ്ധതി എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമാണ്. പക്ഷേ ഈ വീട് ഇതിൽ ആരും താമസമൊന്നുമില്ല. താമസിക്കാൻ പറ്റാത്ത ഒരു സംവിധാനമായത്. കേരളത്തിലെ കാലാവസ്ഥക്കനുസരിച്ചിട്ട് താമസിക്കാൻ ഒട്ടും ഇതിൽ സാധിക്കില്ല. ആ ഒരു റൂമായില് അടുക്കളയും പിന്നെ ഒരു ചെറിയൊരു കക്കൂസ്. ഇതിന് അപേക്ഷ കുറേ വന്നതിനാണ്. അപേക്ഷ ഈ ആദ്യം വീട് കാണുമ്പോൾ ഇങ്ങനെ എൻ്റെ ഒരുപാട് അപേക്ഷ വന്നു. നോക്കുമ്പോൾ ഈ വീട് കണ്ട ശേഷം ആർക്കും ഇത് വേണ്ട വെച്ചാൽ ചൂടെടുത്തിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ ശരിക്കും വെച്ചാൽ തിന്നല് കിടക്കല് ഇട്ടല് ഇപ്പോൾ നടക്കില്ലല്ലോ. ആ കിച്ചണിൻ്റെ റൂം എന്ന് പറഞ്ഞാൽ കക്കൂസിൻ്റെ നമ്മളെ വീട്ടിൻ്റെ അത്ര മണ്ണുമില്ല, ഒന്നും ചെയ്യാൻ കഴിയാത്ത. പിന്നെ അന്ന് പൈസ വേണമെന്ന് പറഞ്ഞിട്ട് ആൾ തേച്ച് ഒഴിഞ്ഞ് പോയി കഴിഞ്ഞു. അതിൻ്റെ അടുക്ക ഒരാൾ നമുക്ക് പാസ്സായി നിന്നിട്ട് വന്നിന് അവരും പോയി. ആർക്കും പറ്റാത്ത സ്ഥിതിയായിട്ട് ആരും താമസത്തിനെത്താതായതോടെ പഞ്ചായത്ത് അധികൃതർ സ്ഥലം തിരിച്ചു കിട്ടാൻ നിരവധി തവണ അപേക്ഷകൾ അയച്ചെങ്കിലും നടപടികളൊന്നും ഉണ്ടായില്ല. ഇവിടം വെറുതെ നശിച്ചു പോകാതെ കെട്ടിടങ്ങൾക്കോ മറ്റ് ആവശ്യങ്ങൾക്കോ ഉപകാരപ്പെടുത്തണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് സൈറ്റ് കൂത്തുപറമ്പ.